2025 തുടങ്ങിയത് തന്നെ എനിക്കും മോൾക്കൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിട്ടാണ് കേട്ടോ. എന്തായാലും ഡോക്ടറൊക്കെ കാണിച്ച് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞു വരുന്നു. ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അവൾക്കുള്ള പാല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞി കയറി ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അവൾ ഇന്ന് ഭയങ്കര ശൈഡ്യത്തിലാട്ടോ എഴുന്നേറ്റ് വന്നത്. ഇനി അവളെ ഒന്ന് സെറ്റ് ആക്കണം. അങ്ങനെ പറഞ്ഞ് പഞ്ചസാര വേണമെന്നുള്ള ഒരു കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട്. പഞ്ചസാര കയ്യിൽ കൊടുത്ത സമയത്ത് പ്ലേറ്റിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലേറ്റിലൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ അവൾക്ക് ഒരു ഗ്ലാസ് പാലും കൂടിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അസുഖമായതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുറച്ച് കഞ്ഞീൻ്റെ അരി അടുപ്പിലേക്ക് ഇടുകയാണേ. വേറെ ഫുഡൊന്നും കഴിക്കാൻ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോഴത്തേക്ക് കഞ്ഞിയായി കിട്ടുമല്ലോ. അപ്പോൾ അത് വേഗം തന്നെ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ തന്നെ കഴിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഞാനിന്ന് കുറച്ച് ദിവസമായിട്ട് വീഡിയോസിൽ വൻപയർ കുത്തിക്കാച്ചിയതെന്ന് പറഞ്ഞൊരു ഐറ്റം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാനിന്ന് വൻപയർ എടുത്തിട്ട്, എനിക്ക് ഏതായാലും നോൽമ്പാണ്, അപ്പോൾ ഞാൻ വൻപയർ എടുത്തിട്ട് ആ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് കുറച്ച് മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അത് അവിടുന്ന് സെറ്റ് ആവട്ടെ. പിന്നെ ഞാൻ മീൻ കറി ഉണ്ട്. പിന്നെ എനിക്ക് നോൽമ്പായതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ വിചാരിച്ചിട്ട് ഒരു തക്കാളി ഉള്ളിയും വാട്ടിയതിൻ്റെ ഒരു റെസിപ്പി. ഇത് പണ്ട് എൻ്റെ ലഞ്ച് ബോക്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ, ഈ ഉള്ളി വാട്ടിയത്. എനിക്ക് അന്ന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ ഉള്ളി വാട്ടിയത്. ഇപ്പം എനിക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഉള്ളി വാട്ടിയത് ഉണ്ടാക്കാം. വേറെ എനിക്കായിട്ടൊരു കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ ഉള്ളിയൊന്നും ഒരുപാട് വാടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിലാണ് അത് ഉണ്ടാവുക. അമ്മ വയ്ക്കുന്ന പോലെ ഒന്നും ആയിട്ടില്ലെങ്കിൽ കൂടെ ഒരു ഇതൊക്കെ ഞാൻ അതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് മാറ്റി അങ്ങ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് മൂക്ക് മീനിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മാരിനേഷൻ ഉണ്ടാക്കുകയാണ്. ഒരയില ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ എടുത്ത് അടുപ്പിലേക്കൊക്കെ വെച്ച് സെറ്റാക്കിയ സമയത്താണ് വെളിച്ചെണ്ണ തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ആ വലിയ പാത്രം എടുത്തിട്ട് ഇതിലേക്കൊക്കെ വരാമെന്നൊക്കെ പറയുന്നത് വലിയ ചടങ്ങാണ്. എന്നാലും ചില സമയത്ത് ഇങ്ങനെയാണ്, വിട്ടുപോകും. വെളിച്ചെണ്ണ അതിൽ തീർന്നു പോയത് അറിയില്ല. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് ഫ്രൈ ഒക്കെ ചെയ്തൊക്കെ സെറ്റാക്കി. പിന്നെ ഈ വൻപയർ കുത്തിക്കാച്ചിയതിലേക്കുള്ള കുറച്ചൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി എല്ലാം മിക്സിയിലേക്ക് ഇട്ടപ്പോഴാണ് കറണ്ട് ഇല്ല എന്ന് മനസ്സിലായത്. പിന്നെ നമ്മുടെ ഇടികളിലിട്ട് ആ സാധനങ്ങളൊക്കെ ഇട്ട് ചതച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി അതിന് ശേഷം പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഈ മസാലയിട്ട് നല്ലപോലെ മൂക്കുന്ന സമയത്ത് വെന്തിട്ടുള്ള വൻപയറും കൂടെ ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റിയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ വറവിടുന്നതിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ഉണ്ടാക്കാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ല, തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിൽ കാണാം. ബൈ.